നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ റിപ്പോർട്ടർ ഗ്രേഡ് 2 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ജനറൽ എക്സാമിന് വേണ്ട GK, മലയാളം, ഇംഗ്ലീഷ് മുതലായ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പരീക്ഷ നടന്നത്. ഞാൻ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ആദ്യത്തെ ചോദ്യം: എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹിമാലയാസ്. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഹിമാലയത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഹിമാദ്രി ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഓഫ് ദ ഹിമാലയൻ റേഞ്ചസ്. ഹിമാലയൻ പർവ്വതനിരകളിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ഇത് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പെനിൻസുലാർ റിവേഴ്സ്. ഉപദ്വീപീയ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? as these are rain fed rivers, the water flow in these rivers decreases in summer. മഴയെ ആശ്രയിച്ചുള്ള നദികളായതിനാൽ വേനൽക്കാലത്ത് ഈ നദികളിലെ നീരൊഴുക്ക് കുറയുന്നു. ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: പെനിൻസുലാർ റിവേഴ്സ് ഡസ് നോട്ട് ക്രിയേറ്റ് ഡീപ് വാലീസ് as they flow through hard and resistant rocks. നദികൾ കഠിനവും പ്രതിരോധശേഷിയുള്ളതുമായ പാറകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴത്തിലുള്ള താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ഇതും ഈ രണ്ട് പോയിന്റും SCERTയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഇന്ത്യസ് 5-year പ്ലാൻസ്? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന എന്താ? ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് 5th 5-year പ്ലാൻ വാസ് പ്രിപ്പയർഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ DP ധർ. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ അന്തിമ കരട് തയ്യാറാക്കി പുറത്തിറക്കിയത് DP ധർ ആണ്. ശരി. ടാർഗറ്റ് ഗ്രോത്ത് ഓഫ് 8th 5-year പ്ലാൻ വാസ് 5.6% ആൻഡ് ദ ആക്ച്വൽ ഗ്രോത്ത് വാസ് 6.8%. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ച ലക്ഷ്യം വെച്ചത് 5.6% ആയിരുന്നെങ്കിൽ യഥാർത്ഥ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 6.8% ആയിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ലീഡർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857, സെന്റർ ഓഫ് റിവോൾട്ട്. 1857 കലാപത്തിന്റെ നേതാക്കളും പിന്നെ കലാപത്തിന്റെ കേന്ദ്രവുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചേരുംപടി ചേർക്കുക. നാനാ സാഹിബ് നേതൃത്വം നൽകിയത് എവിടെയാണ്? കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയത് എവിടെയാ? ഫൈസാബാദിലാണ് നേതൃത്വം നൽകിയത്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ് നേതൃത്വം നൽകിയത്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒന്നുകൂടെ പറയാം. നാനാ സാഹിബ് കാൺപൂർ, മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദ്, ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹി, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌ. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് or statements about non-cooperation movement is or are not correct? നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. ചൗരി ചൗര ഇൻസിഡന്റ് ടുക്ക് പ്ലേസ് ഇൻ 1922 ഇൻ ഗുജറാത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര ഇൻസിഡന്റ് നടന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കി രണ്ടും ശരിയാണ്. The public including women burned foreign clothes on the street. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ തെരുവിൽ വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു. Farmers in ഉത്തർപ്രദേശ് refused to carry the luggage of colonial officials. കൊളോണിയൽ ഉദ്യോഗസ്ഥരുടെ ലഗേജ് കൊണ്ടുപോകാൻ ഉത്തർപ്രദേശിലെ കർഷകർ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. ഓക്കെ, അപ്പോൾ 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം: വിച്ച് ഇസ് ദ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്? കാലക്രമം, ശരിയായ കാലക്രമം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആദ്യം നടന്നത് അരുവിപ്പുറം കോൺസെഗ്രേഷൻ, അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ആദ്യം നടന്നത്. രണ്ടാമത് വൈക്കം സത്യാഗ്രഹയാണ് നടന്നത്. അടുത്തത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത് പാലിയം സത്യാഗ്രഹം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം: വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് വാഗ്ഭടാനന്ദ? വാഗ്ഭടാനന്ദനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? വാഗ്ഭടാനന്ദ സ്റ്റാർട്ടഡ് ദ ഓർഗനൈസേഷൻ നോൺ ആസ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ശരിയാണ്. ഹി ഓൾസോ സ്റ്റാർട്ടഡ് എ മാഗസീൻ നെയിംഡ് അഭിനവ കേരളം. അഭിനവ കേരളം എന്ന മാസിക ആരംഭിച്ചതും വാഗ്ഭടാനന്ദനാണ്. ശരി.
വാഗ്ഭടാനന്ദൻ ഫേവേർഡ് ടെമ്പിൾ എൻട്രി റൈറ്റ് ഓഫ് ലോവർ കാസ്റ്റ്. താഴ്ന്ന ജാതിക്കാരുടെ ക്ഷേത്രപ്രവേശന അവകാശത്തെ വാഗ്ഭടാനന്ദൻ അനുകൂലിച്ചു. ഓക്കെ, ഇത് മൂന്നും ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആർ കറക്റ്റ്? ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ദ ഒബ്ജക്റ്റീവ് ഓഫ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വാസ് ടു സ്റ്റഡി അബൌട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു. ആ പ്രസ്താവന ശരിയാണ്. കോത്താരി കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ടു പ്രപ്പോസ് എ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. ദേശീയ വിദ്യാഭ്യാസ രീതി നിർദ്ദേശിക്കാൻ കോത്താരി കമ്മീഷനെ നിയമിച്ചു. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ ഇൻകറക്റ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? The main objective of Ayyangali Urban Employment Guarantee Scheme is to provide employment to the adult members of every household living in urban areas who are willing to do unskilled manual labor. അവിദഗ്ധമായ കൈവേല ചെയ്യാൻ തയ്യാറുള്ള നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ വീട്ടിലെയും മുതിർന്ന അംഗങ്ങൾക്ക് തൊഴിൽ നൽകുക എന്നതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇത് കറണ്ട് അഫെയർ ചോദ്യമാണ്. ഗൗതം ഗംഭീർ ഈസ് ദ ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സീനിയർ മെൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ, അതായത് സീനിയർ പുരുഷന്മാരുടെ മുഖ്യ പരിശീലകനാണ് ഗൗതം ഗംഭീർ. ശരി. റോജർ ബിന്നി ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് റോജർ ബിന്നി. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 10 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. ഇനി ഈ എക്സാമിന് ഇവരുടെ സബ്ജക്റ്റിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മലയാളവും ഇംഗ്ലീഷും ഒന്ന് ഡിസ്കസ് ചെയ്യാം. മലയാളം ചോദ്യങ്ങളാണ്. ആദ്യത്തേത്, തെറ്റായ പദം ഏതാണ്? തെറ്റായ പദം ഓപ്ഷൻ സി ആണ്, വ്യത്യസ്തം. വ്യത്യസ്തം ഇതിനു മുന്നേയും അടുത്തിടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്യത്യസ്തം. ബാക്കിയെല്ലാം ശരിയാണ്. പ്രസ്താവന, അധിഷ്ഠിതം, പലവ്യഞ്ജനം. ഫ്രം എന്നതിന് തുല്യമായ മലയാള പദം, ഫ്രം എന്നതിന് തുല്യമായത് പ്രേക്ഷകൻ എന്നതാണ്. പ്രേക്ഷകൻ. സന്നിഭം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സന്നിഭം തുല്യമാണ്, തുല്യം. തെറ്റില്ലാത്ത പദം ഏത്? തെറ്റില്ലാത്ത പദം യാദൃച്ഛികമാണ്, ഓപ്ഷൻ ഡി. വെൻ പിഗ്സ് ഫ്ലൈ, ഈ ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞത്. ശരിയായ രൂപം ഏത്? നിഘണ്ടു എന്നെങ്ങനെയാ കറക്റ്റായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ ബി ആണ്, നിഘണ്ടു. ലോകപരിജ്ഞാനം കുറവുള്ള ആൾ എന്നർത്ഥം വരുന്ന പ്രയോഗം ഏതാണ്? കൂപമണ്ഡൂകമാണ്, കൂപമണ്ഡൂകം. ലോകപരിജ്ഞാനം കുറവുള്ള ആൾ, കൂപമണ്ഡൂകം. തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏകം ദ്വിത്വം എന്നുള്ളതാണ്. ആയം വ്യയം ഓപ്പോസിറ്റ്സ് ആണ്. ഉദ്ഗ്രഥനം അപഗ്രഥനം, കൃതജ്ഞത ഇതെല്ലാം കറക്റ്റ് ആണ്. ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് വിണ്ണാറാണ്, വിണ്ണാർ. വിണ്ടലം, വെണ്ണീർ, വെഞ്ചാമരം ഇവയൊക്കെ ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. കളേബരം, തനു, വപുസ്, ഗാത്രം ഇവ ഏത് പദത്തിന്റെ പര്യായങ്ങളാണ്? ശരീരമാണ്, ശരീരം. അഞ്ചാം പത്തി എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? അഞ്ചാം പത്തി എന്നാൽ ഒറ്റുകൊടുക്കുന്നവൻ. ഏത് പദത്തിന്റെ പര്യായമാണ്? ജാതവേദസ്. ജാതവേദസ് എന്നത് ഏത് പദത്തിന്റെ പര്യായം? അഗ്നിയുടെ പര്യായമാണ്. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു എന്നതാണ് ശരിയായ വാക്യം. തെറ്റായ പദം ഏത്? അഥർവവേദമാണ് തെറ്റായിട്ടുള്ള പദം. ഋഗ്വേദം ശരി, യജുർവേദം ശരി, സാമവേദം ശരി. ഡിസ്റ്റന്റ് ഡ്രം സൗണ്ട്സ് വെൽ സമാന അർത്ഥം വരുന്ന മലയാള ചൊല്ല് ഏതാണ്? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അതാണ് ഡിസ്റ്റന്റ് ഡ്രം സൗണ്ട്സ് വെൽ എന്ന അർത്ഥം വരുന്ന ചൊല്ല്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ശരിയായ രൂപം ഏത്? സ്രഷ്ടാവ് എന്നെങ്ങനെയാ കറക്റ്റായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ എ ആണ്, സ്രഷ്ടാവ്. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം അല്ലാത്തതേത്?
ദ്വന്ദ്വ സമാസം യഥാവിധിയാണ്, യഥാവിധി. 4, 5 ജരാനര രാപകൽ ഇതൊക്കെ ദ്വന്ദ്വ സമാസം. 4, 5 4 5 രാപകൽ രാവും പകലും. ജരാനര ജരയും നരയും. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? കവി, കവയിത്രി. ഇതില്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. കവയിത്രി പദശുദ്ധിയായിട്ടും സ്ത്രീലിംഗം എഴുതാനും ഒക്കെ ചോദിക്കും. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു എന്നതാണ് കറക്റ്റ്. ഒരുപോലെ വരണം പ്രാസം. പഠിപ്പിക്കുകയും പഠിക്കുകയും. ഓക്കെ. മൂച്ചി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മൂച്ചി എന്ന പദത്തിന്റെ അർത്ഥം മാവ് എന്നതാണ്. മാവ്, മാവ്. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ക്വസ്റ്റ്യൻസ് 81 and 82. ടീച്ചിങ് അറ്റ് ദ ലോക്കൽ കോളേജ് ഈസ് ഹിസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ. അതായത് അവന്റെ ഉപജീവനം എന്നുള്ള അർത്ഥത്തിലാണ്. ദ മാഗസിൻ ഹാസ് ബീൻ ഡാഷ് സിൻസ് ഇറ്റ്സ് ന്യൂ ഡയറക്ടർ ടുക്ക് ഓവർ. ഉത്തരം ഓപ്ഷൻ സി ആണ്. കോയിനിങ് മണി. കോയിനിങ് മണി. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. ഷീ ആസ്ക്ഡ് ഹർ ഫ്രണ്ട് ടു ഡാഷ് ടു ഇംഗ്ലണ്ട് ഫോർ എ ഹോളിഡേ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രേസൽ വെർബ് ഏതാ? ഉത്തരം ഓപ്ഷൻ സി ആണ്. കം ഓവർ. കം ഓവർ. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഫോം ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ജോൺ സെഡ് ഇറ്റ് ഹാസ് ബീൻ പ്ലസന്റ് മീറ്റിംഗ് യു. ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. ഉത്തരം ജോൺ റിമാർക്ക്ഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ പ്ലസന്റ് മീറ്റിംഗ് ഹർ. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഐ ഡാഷ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. എഗോ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ടൈമിംഗ് വേർഡ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എടുത്താൽ മതി. റിസീവ്ഡ് V2 ഫോം. റിസീവ്ഡ്. ഐ റിസീവ്ഡ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഡു യു. ഡോണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആണ് വേണ്ടത്. ഇവിടെ പോസിറ്റീവ് ടാഗ്സ് ഓപ്ഷൻ ബിയും ഡിയും ആണ്. അപ്പോൾ ഡു വരുമ്പോഴത്തേക്കും എന്താണ് ഓക്സിലറി വെർബ്? ഡു. ഡു തന്നെയാണ്. ഡു യു. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്. ഐ വോണ്ട് ടു ഹാവ് എ കപ്പ് ഓഫ് ഡാഷ് ടീ. കപ്പ് ഓഫ് എന്ത് ടീ? സ്ട്രോങ് ടീ. അഡ്ജക്റ്റീവ് ഇവിടെ സ്ട്രോങ് ആണ്. സ്ട്രോങ് ടീ. അടുത്ത ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാസേജ് ഇതാണ്. വാട്ട് ഈസ് ആർക്കിയോളജിക്കൽ റെക്കോർഡ്? It does not consist of isolated monuments rising from the level field or stray bits of stone, metal or earthenware turned up by a plow of bulldozer. Such are only potential archaeological documents by themselves. They would be of little use. It is only because we find lost trifles, scrapes in house floors, mortuary offerings in graves or relics in some other kind of context that they can become archaeological data. In fact, the outlandish names and mystic figures are really just conventional labels for serialized divisions of archaeological time. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് കൺസിസ്റ്റ് ഓഫ് മോണമെന്റ്സ്, stray bits of stones, metal or earthenware found in some kind of context. Which of the following is a synonym of isolated? Isolated synonym എന്താ? Secluded ആണ്. Secluded. Pick out a word from the passage which means very strange. Very strange. Outlandish ആണ്. Outlandish. Choose the correct article. Dash little patience makes all the difference. ഉത്തരം ഓപ്ഷൻ സി ആണ്. A little patience makes all the difference. അപ്പോൾ ഈ 90 വരെയുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പാസേജ്. ബാക്കി അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പിക്ക് ഔട്ട് ദ പാസീവ് വോയിസ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ പാസീവ് വോയിസ് ഏതാണ്? ഓപ്ഷൻ എ, ഹി വാസ് കോൾഡ് എ ലയർ. ഓക്കെ. വാസ് ഓർ വെയർ പ്ലസ് V3 സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. പിക്ക് ഔട്ട് ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എംബറാസിംഗ്. EMBARRASSING. എംബറാസിംഗ്. അടുത്തത് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസിന്റെ ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തേത്, സം ടീച്ചേഴ്സ് ബിലീവ് ദാറ്റ് പണിഷ്മെന്റ് ഈസ് ദ ഓൺലി വേ ടു റിസോൾവ് ക്ലാസ് റൂം മാനേജ്മെന്റ് ഇഷ്യൂസ്. ഇത്രയേ ഉള്ളൂ സെന്റൻസ്. എറർ ഒന്നും ഇല്ലെങ്കിൽ ഓപ്ഷൻ ഡി, നോ എറർ എന്ന് എഴുതാം. ഇവിടെ ഓപ്ഷൻ സി, ഇവിടെയാണ് ടു റിസോൾവ് എന്ന് വന്നേക്കുന്നത്. ടു റിസോൾവ് എന്ന് മതി. ഈ ഒരു ഭാഗത്താണ് എറർ വന്നേക്കുന്നത്.
റേച്ചൽ കേഴ്സൺസ് സൈലന്റ് സ്പ്രിംഗ് എക്സ്പോസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്സ് ത്രൂ ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. നോ എറർ. ഏത് ഭാഗത്താണ് എറർ? ബി, എക്സ്പോസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്സ് എന്നുള്ളതാണ്. പിക്ക് ഔട്ട് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇവിടെ കണ്ടീഷണൽ ക്ലോസ് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്താനാണ്. ഇഫ് യു ഗോ ഔട്ട് ഇൻ ദ റെയിൻ യു വിൽ ഗെറ്റ് വെറ്റ്. ഓക്കെ, ഇഫ് ക്ലോസിൽ പ്രസന്റ് ഫോം ആണ് വന്നിരിക്കുന്നത്, സിമ്പിൾ പ്രസന്റ് ഫോം. അപ്പോൾ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഡിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ദ എറർ ഫ്രീ സെന്റൻസ് എമംഗ് ദ ഫോളോയിങ് സെന്റൻസസ്. എറർ ഫ്രീ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഹി വാസ് എ പേട്രൺ ഓഫ് ദ ആർട്സ്. പിക്ക് ഔട്ട് ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ്. ഇവിടെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാ? ഓപ്ഷൻ ബി, ദ ടൂൾസ് ആർ ഇൻ ദ ടൂൾ ബോക്സ്. വിച്ച് സെന്റൻസസ് യൂസ് ക്യാപിറ്റൽസ് ഇൻകറക്ട്ലി. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇൻകറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സെന്റൻസ് ഏതാണ്? ഐ റീഡ് എബ്രിഡ്ജ് വേർഷൻ ഓഫ് ബുക്സ്. വേർഷൻസ് എന്നൊക്കെ പറയുന്ന ബി ഒന്നും വേണ്ട, ക്യാപിറ്റൽ ലെറ്റർ, അത് തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. പിക്ക് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് ഫ്രേസ്. ഹർ എക്സ്പീരിയൻസസ് ലെഫ്റ്റ് ഹർ ഷെൽ ഷോക്ക്ഡ്. ഷെൽ ഷോക്ക്ഡ് എന്ന ഫ്രേസിന്റെ മീനിങ് എന്താ? ഷീ വാസ് ട്രോമാറ്റൈസ്ഡ് ആണ്. ട്രോമാറ്റൈസ്ഡ്. ഓക്കെ, അപ്പോൾ 20 ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, 20 മലയാളം ഉണ്ടായിരുന്നു, പിന്നെ 10 GK കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 50 ചോദ്യങ്ങൾ. ബാക്കി ഇവരുടെ സബ്ജക്റ്റിനെ ബേസിലുള്ള ഇവരുടെ സ്പെഷ്യൽ ടോപ്പിക്സും അതുപോലെ കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം റീസെൻ്റ് ആയിട്ട് നടത്തുന്ന എല്ലാ എക്സാംസിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.